ഈ ഇതിന്റെ എത്ര നാളായിട്ടുണ്ട് പണിയുണ്ട്? 3 മാസമായാ? ഇല്ല അല്ല, ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 3 മാസമായിട്ട് വണ്ടി ഇവിടെ കിടക്കുക. മഹീന്ദ്ര XUV 400 EV ആണ്. ഈ EV എന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കുമ്പോൾ തുടങ്ങി വയലാറ്റിൽ നിന്ന് പല തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ട്. ഒരു പണിയും ചെയ്തിട്ടില്ല. ചരണ്ടി ഒരു ഇത് വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് അതിനകത്ത് ഒരു പണിയും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഇപ്പോൾ ചെയ്തേക്കാന്ന് പറയുന്നുണ്ട്. ഷോർട്ട് ഗൺ വന്നിട്ടുണ്ടെന്നോ, ഞാൻ എന്തെങ്കിലും വൈകുന്നേരം ഒന്നുകൂടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റേ പ്രൈവറ്റ് കമ്പനി കൊണ്ട് പണിക്ക് കയറ്റിയ പോലെ ആയിപ്പോയി. 4 മാസമായിട്ട് CC അടച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ടാക്സി വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെല്ലുമ്പോഴല്ല ഇവർ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഇവർ യാതൊരു പണി അതിനകത്ത് ചെയ്തിട്ടില്ല. ഇത് പറയാൻ കേട്ടാലും 3.5 മാസമായില്ലേ ഷോർട്ട് ഗൺ വന്നാ. എന്നിട്ട് അത് ഗോഡൗണിലിരിക്കാന്നാണ് കഴിഞ്ഞ ദിവസം ഫിനിഷൻ പറഞ്ഞത്. അത് വന്നിട്ടുണ്ടോ അല്ലേ? പിന്നെന്താ ഇത് നമ്മുടെ വർക്ക് തീർക്കാത്ത എന്താ? അവർക്ക് പണിക്കാരില്ല, ഉള്ളയാൾ പോകുന്നു. അപ്പോൾ അവർക്കും ഈ ഇൻഷുറൻസിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കിത് ക്ലോസ് ചെയ്യണ്ടേ? ഇവിടെ പണിക്കാരും ഇല്ല തോന്നുന്നില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു മിറർ മാറ്റിയെടുക്കാനായിട്ട് ഒരു വണ്ടി കൊണ്ട് വന്നിട്ട് പുള്ളി കുറേ നാളായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ പണിക്കാരും ഇല്ല തോന്നുന്നില്ലേ? ഇതിപ്പോൾ എന്താ പറയുക, ഇവിടെ മൊത്തം എങ്ങനെയാണോ? അല്ല, എല്ലാവർക്കും ലീവാണ്. എൻ്റെ ദൈവമേ ചേട്ടാ, ഇവിടെ വണ്ടികളുടെയൊക്കെ കേടായ വണ്ടികളൊക്കെ സൂക്ഷിക്കണ ഗോഡൗൺ ആണോ അതോ ഇത് സർവീസ് ചെയ്യണോ? അല്ല, അത് ചോദിക്കത് വയലാറ്റിന്റെ ഈ ഗോഡൗണ് കേടായ വണ്ടികൾ സൂക്ഷിക്കണതാണോ അതോ ആൾക്കാരെല്ലാം ഒന്ന് തെറിയ പറയണേ അല്ലേ? എല്ലാരും ഒന്ന് തെറിയ പറഞ്ഞിട്ട് പോവാ. ഇനി ഉള്ളി കൊണ്ടു വെച്ചേക്കണ ആരും അറിയണില്ല. അതൊക്കെ ഡാമേജ് അല്ലേ? വർക്കിന് എടുക്കാനുള്ള ഇതൊക്കെ മാറിയിട്ടോ. അയ്യോ, എല്ലാവരും വന്ന് നടക്കണ്ടല്ലേ? എൻ്റെ ദൈവം, ഇങ്ങോട്ടായതുകൊണ്ട് പിന്നെ ആൾക്കാർ വന്നിട്ടേ ഉള്ളിലായതുകൊണ്ട് ആരും അറിയണില്ല. ഈ ഇതിൻ്റെ എത്ര നാളായിട്ടുണ്ട് പണിയുണ്ട്? 3 മാസമായാ? ഇല്ല അല്ല, ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 3 മാസമായിട്ട് വണ്ടി ഇവിടെ കിടക്കുക. ഇതെന്തെന്നാ സൗര, എന്തോ വയലാറ്റാണിത്. വയലാറ്റ് ഇത്രയും ഡിലേ വന്നുള്ളൂ. ഇത് ഭയങ്കര ഡിലേ. എന്നിട്ട് ഞാൻ വെനിസ്റ്റിന് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ചതിയായിപ്പോയി. കാരണം വെച്ചാൽ 3.5 മാസമായിട്ട് ഞാൻ CC അടച്ച് എൻ്റെ കാശ് പോയല്ലേ. നോക്കാനൊന്നുമില്ല. അവിടെ പണിക്കാരില്ല, അതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് സ്റ്റാഫില്ല, അതല്ലേ കാര്യം. പണിക്കാരില്ല എന്നുള്ളതാണ് അവസ്ഥ. അത് ആരും സമ്മതിക്കണില്ല. അവിടെ തന്നെ ഞാൻ കഴിഞ്ഞ ആ സാധനം ഇപ്പം 3 പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോ ഫുള്ള് ചുറ്റും എടുത്തോണ്ട് പോയി. 3 പ്രാവശ്യം ഒരു സാധനം ഒരു പണിയും ചെയ്തിട്ടില്ല. ചരണ്ടി ഒരു ഇത് വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് അതിനകത്ത് ഒരു പണിയും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ചെയ്തേക്കാന്ന് പറയുന്നുണ്ട്. ഷോർട്ട് ഗൺ വന്നിട്ടുണ്ടെന്നോ, ഞാൻ എന്തെങ്കിലും വൈകുന്നേരം ഒന്നുകൂടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റേ പ്രൈവറ്റ് കമ്പനി കൊണ്ട് പണിക്ക് കയറ്റിയ പോലെ ആയിപ്പോയി. ഇത് പറയാൻ കേട്ടാലും 3.5 മാസമായില്ലേ ഷോർട്ട് ഗൺ വന്നാ. എന്നിട്ട് അത് ഗോഡൗണിലിരിക്കാന്നാണ് കഴിഞ്ഞ ദിവസം ഫിനിഷൻ പറഞ്ഞത്. അത് വന്നിട്ടുണ്ടോ അല്ലേ? പിന്നെന്താ ഇത് നമ്മുടെ വർക്ക് തീർക്കാത്ത എന്താ? നമസ്കാരം. മഹീന്ദ്രയുടെ ഡീലറായ വയലാറ്റ് ഓട്ടോമൊബൈൽസിനെതിരെ പരാതിയുമായി തൃപ്പൂണിത്തുറ സ്വദേശിയായ വിനോദ് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അപകടത്തിൽപ്പെട്ട മഹീന്ദ്രയുടെ വാഹനം ഇതുവരെയും അവർ സർവീസ് ചെയ്ത് റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്തായിരുന്നു സംഭവം? കഴിഞ്ഞ 20 ജനുവരി ആരൂർ വെച്ചിട്ടുള്ള ആക്സിഡൻറ്റിൽ അവർ വണ്ടി പിക്കപ്പ് വന്ന് റിക്കവറി വാനിൽ എടുത്തുകൊണ്ട് പോയതാണ്. മഹീന്ദ്ര XUV 400 EV ആണ് നമ്മുടെ വണ്ടി. ഈ EV എന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കുമ്പോൾ തുടങ്ങി വയലാറ്റിൽ നിന്ന് പല തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വണ്ടി ആക്സിഡൻ്റായി പിക്കപ്പ് കൊണ്ടുവന്ന് അന്ന് മുതൽ ഇന്ന് വരെ അവർ ഈ യാതൊരു എപ്പോഴും ഇത് ശരിയാക്കുന്നുണ്ടെന്ന് പറയും, മെസ്സേജ് അയക്കുന്നതല്ലാതെ. ഞാനൊരു 3-4 തവണ അവിടെ പോയി ചെയ്യുന്നപ്പോൾ പറയുന്നത് ആദ്യത്തെ സൂപ്പർവൈസർ റിസൈൻ ചെയ്ത് പോയി.
ഈ രണ്ടാമതിപ്പോൾ ഒരു പുതിയൊരു സൂപ്പർവൈസർ വന്നിട്ടുണ്ട്. ആ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് പറയുന്നത്, ചേട്ടാ മറ്റേ ആൾ പാർട്സ് പോലും ഓർഡർ കൊടുക്കാണ്ടാണ് പോയത്. അപ്പോൾ ഇത് നടക്കുന്നത് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി പോയി മാർച്ച് പോയി. ഞാൻ ഈ വണ്ടി കൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ EV എന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് മേഖല വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ധാരാളം യാത്രയുണ്ട്. എൻ്റെ 3 മാസത്തെ CC, അത് 4 മാസമായിട്ട് CC അടച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ടാക്സി വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെല്ലുമ്പോഴല്ല ഇവർ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഇവർ യാതൊരു പണി അതിനകത്ത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഷോർട്ട് ഗൺ വന്നിട്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് പറയാൻ തുടങ്ങിയിട്ട് തന്നെ 2 മാസമായി. ഷോർട്ട് ഗൺ ഗോഡൗണിൽ ഇരിക്കുകയെന്നാണ് പറയാം. ഗോഡൗണിൽ ഷോർട്ട് ഗൺ ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരേണ്ട താമസമില്ല. ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് തൊഴിലാളികളില്ല, ഇവർക്ക് അവിടെ വേണ്ട സ്റ്റാഫില്ല. 2-3 പ്രാവശ്യം ഞാൻ പോയി പറഞ്ഞു. ഞാൻ ഇപ്പോൾ ആരോട് പറയാൻ, അവസാനം ഞാൻ പോയി തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ. നമുക്ക് ബാറ്ററി വണ്ടി ആയതുകൊണ്ട് ഈ ബാറ്ററി വണ്ടിയുടെ വീക്കായി അത് പോയി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ വില 22 ലക്ഷം രൂപ വില ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ബാറ്ററിയൊക്കെ വീക്കായി പോയാൽ അതിൻ്റെ കമ്പോണൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി ഇത്രയും വില കൊടുത്ത് മേടിച്ച വണ്ടി, നമ്മൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി മേടിക്കുന്ന വണ്ടിയാണ്. ശരിയല്ലേ, നമ്മളൊരു സ്വപ്നം പോലെ നമ്മൾ 3 പെൺകുട്ടികളാണ്, ഇവരൊക്കെ കൊണ്ട് യാത്ര ചെയ്യണത് എല്ലാം ഫുള്ള് ആ വണ്ടിക്കകത്താണ് ഞാൻ യാത്ര. 4 മാസം കൊണ്ട് ഞാൻ കടക്കണിയിലായിട്ടുണ്ട് ശരിക്കും. കാരണം വെച്ചാൽ ഇവർ ഈ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വർക്കുകൾ പെൻഡിങ്ങായി പോയി. എല്ലാ മേഖലയിലും ആകപ്പാടെ തകർന്നു പോയി. അപ്പോൾ ഇപ്പോഴും അതുകൊണ്ടാണ് ഈ മരട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കഴിഞ്ഞ ദിവസം കൊടുത്തത്. പക്ഷേ അവിടെ നിന്നും വേറെ ഒന്നും പറഞ്ഞു കണ്ടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത ഒരു പ്രതിസന്ധിയിലാണ്. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? വണ്ടിയുടെ ഈ ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു പാർട്സ് അവിടെയാണ് ഇടി ഉണ്ടായത്. മറ്റേ അരൂർ വെച്ചിട്ട് ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ബാരിക്കേഡിൽ തട്ടിയതാണ്. ഫ്രണ്ടിൽ പോയി വരുന്ന വണ്ടി പെട്ടെന്ന് വെട്ടിച്ചു പോയി, ഈ ബാരിക്കേഡിൽ ഇടിച്ചു. ഞാനും അമ്മയും പെങ്ങളും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഈ ആക്സിഡൻ്റ് ആയത്. അത് രാവിലെയും ഒരു ചെറുതായിട്ടൊന്ന് ഒരു LEC ആശുപത്രി വെച്ചിട്ട് ഒരു ചെറിയൊരു വണ്ടി ഉരഞ്ഞായിരുന്നു. അപ്പോൾ ഇത് 2 GD എൻട്രി വരെ ഞാൻ എടുത്തു കൊടുത്തതാണ്. ആ ഒരു വിത്തിൻ 1 വീക്ക് 2 വീക്കിനുള്ളിൽ ഞാൻ GD എൻട്രി വരെ എടുത്തു കൊടുത്തേക്കണം. പക്ഷേ ഇവർ സർവൈവറുമായിട്ടുള്ള സംസാരത്തിൽ പോലും അവർ സർവൈവറുമായിട്ടുള്ള വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സർവൈവർ പറയുന്നത് ഇവർ മൊത്തം ഡിലേ ആണ്, അവർക്ക് പണിക്കാരില്ല, ഉള്ളയാൾ പോകുന്നു. അപ്പോൾ അവർക്കും ഈ ഇൻഷുറൻസിൻ്റെ ഭാഗത്തുനിന്ന് അവർക്കിത് ക്ലോസ് ചെയ്യണ്ടേ. ആ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ ഇത് കാരണം ഇവർക്ക് ഈ വർക്ക് തീർക്കാത്തത് കൊണ്ട് അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. വേറെ ആൾക്കാർക്ക് ഇതുപോലെയുള്ള അനുഭവം ഞാൻ അവിടെ ഒരുപാട് വണ്ടികൾ ഒന്നും ഇവിടെ ഉണ്ട്. ഇപ്പോൾ പുതിയ സൂപ്പർവൈസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവന് വേറൊരു കമ്പനി ചോദിച്ചത് ഇവിടെ വന്ന് പെട്ടുപോയി എന്ന് പറയാം. പുള്ളി വിളിച്ചാൽ ഫോൺ എടുക്കില്ല. നമ്മൾ മരട് ഉള്ളിലാണ്, മരട് ഗ്രിഗോറിയൻ സ്കൂളിൻ്റെ അവിടെ വരെ ടാക്സി വിളിച്ച് പോകണം ഈ വണ്ടി ഒന്ന് കാണണമെങ്കിൽ. നമ്മൾ ഇത്ര 4 മാസമായിട്ട് നമ്മൾ ചെയ്യും വളരെയധികം. ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഇത്ര ദിവസം കയറ്റിയിടുവാണെങ്കിൽ പകരം വണ്ടി തരണ്ടല്ലോ. അതെ, അതിൽ നമ്മൾ ഈ അങ്ങനെയുള്ള ഓപ്ഷൻ, അതൊക്കെ അഡീഷണലായിട്ട് ഓപ്ഷൻ എടുക്കണം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് നോർമലി നമ്മളൊരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് പാച്ച് വർക്ക് സമയബന്ധിതമായിട്ട് അത് തീർക്കേണ്ട കാര്യമുള്ളൂ. ഇത് ഇൻഷുറൻസ് ഡിലേ വന്നു കഴിഞ്ഞാൽ അവർ വണ്ടി തരണ്ട. അല്ല, ഈ വണ്ടി അത് ഓപ്ഷനാണ് വേറെ വണ്ടി എടുക്കുക. പക്ഷെ അതൊക്കെ നമ്മൾ EV നമുക്ക് ഉപയോഗിക്കാനായിട്ടൊരു വണ്ടി ഇവർ തരേണ്ടതല്ല. മാത്രമല്ല ഇവർക്ക് ഇൻഷുറൻസിനകത്ത് നമ്മൾ പൈസ കൊടുക്കുമല്ലോ. നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടമുണ്ടായത്. അതായത് 30,000 രൂപ CC അടയ്ക്കണം. അപ്പം നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തൊക്കെ ഈ CC ഒക്കെ അടച്ച് വേറെ ടാക്സി വിളിച്ചിട്ട് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വെച്ചാൽ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വീട് ഉള്ളത് റെൻറ്റിന് കൊടുത്തിട്ട് ഞാൻ പോയി വാടകയ്ക്ക് താമസിക്കാം. അപ്പോൾ അത്രയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ ഈ വാഹനമില്ലാതെ നമുക്ക് യാത്ര ചെയ്ത് നമ്മുടെ ജോലി നടക്കണില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് വേണ്ടത്ര സ്റ്റാഫില്ല. കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കണം. പക്ഷേ ഇത് നമ്മളെപ്പോലെയല്ല. ഈ വാഹനം എന്ന് പറയുന്നത് നമ്മളൊരു സ്വപ്നമായിട്ട് മേടിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് അത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് വാഹനം മേടിച്ചിട്ട് ഈ ഗോഡൗണിൽ കൊണ്ട് ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇത് നേരത്തെ ഒരു പ്രാവശ്യം തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു പ്രാവശ്യം ആക്സിഡൻ്റ് ആയപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റിലീസ് ഓർഡർ കഴിഞ്ഞാൽ വണ്ടി തരണം. പക്ഷേ ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച പിടിച്ചിട്ട് എന്നുവെച്ചാൽ ഇവരുടെ സർവീസ് ഇതിനകത്ത് ഒരുപാട് ഭയങ്കര പ്രശ്നമാണ്. അവിടെ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു മിറർ മാറ്റിയെടുക്കാനായിട്ട് ഒരു വണ്ടി കൊണ്ട് വന്നിട്ട് പുള്ളി കുറേ നാളായി നടക്കാൻ തുടങ്ങിയിട്ട്
അതെ. തീർച്ചയായിട്ടും. എന്തായാലും ഈ വയലാട്ടിനെതിരെ നിരവധി പരാതികളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹീന്ദ്രയുടെ EV വാഹനം എടുത്തവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്, ഒരുപാട് കംപ്ലൈൻ്റ് ആണ്. ആ കംപ്ലൈൻറ്റുകളൊക്കെ വന്നിട്ടും ഈ വയലാട്ട് ഓട്ടോമൊബൈൽസിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നില്ല, വാഹനം തിരികെ കസ്റ്റമറിന് കൊടുക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ട് ഉയരുകയാണ്. 4 മാസത്തോളമായി ഇദ്ദേഹം ഇപ്പോൾ ആ വാഹനത്തിന് പിറകെ നടക്കുകയാണ്. എന്നിട്ടും അവർ ആ വാഹനം ശരിയാക്കി നൽകാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ കൺസ്യൂമർ കോടതിയെ സമീപിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് അദ്ദേഹം. കൂടാതെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ വാഹനം കയറ്റിയിടുമ്പോൾ നമുക്ക് പകരം സ്റ്റാൻഡ് ബൈ ഒരു വാഹനം തരേണ്ടതാണ്. അങ്ങനെ ഒരു നിയമം കൂടിയുണ്ട്. പക്ഷെ അതൊന്നും ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം. എന്തായാലും നിയമ നടപടികളായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.